നമ്മളുടെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നല്ലൊരു കാഴ്ച കണ്ടിട്ടാണ് രാവിലെ എണീറ്റത്. നമ്മുടെ വീട്ടിലെ പീനട്ട് ബട്ടർ പഴുത്ത് നിൽക്കുന്നതാണ് നമ്മൾ രാവിലെ തന്നെ കണ്ടത്. അപ്പം ഞാൻ വിചാരിച്ചു നിങ്ങൾക്ക് കൂടി ഒന്ന് കാണിച്ചു തരാമെന്ന്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ നമ്മളെ വീഡിയോയിലോട്ട് പോവാം. ഇതാണ് നമ്മുടെ പീനട്ട് ബട്ടർ. അപ്പം ഞങ്ങളുടെ നാട്ടിൽ ഈ പീനട്ട് ബട്ടർ തന്നെയാണ് വിളിക്കുക കേട്ടോ ഇതിനെ. ചില നാടുകളിൽ ഇതിനെ കായ്മണി എന്ന് വിളിക്കുന്നതായിട്ട് കേട്ടിട്ടുണ്ട്, ചിലർ നിലച്ചമ്പ എന്നൊക്കെ വിളിക്കുന്നുണ്ട്. അപ്പം നിങ്ങളുടെ നാട്ടിൽ ഈ പീനട്ട് ബട്ടറിനെ എന്താ വിളിക്കുന്നത് വെച്ചാൽ വേഗം തന്നെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. ഈ ഫ്രൂട്ട് അങ്ങനെ എല്ലായിടത്തും ഒന്നും കാണില്ല. ചില സ്ഥലത്ത് ഈ തൃശ്ശൂർ, മലപ്പുറം ആ ഒരു ഭാഗത്ത് ഈ ഒരു ഫ്രൂട്ട് നമുക്ക് കാണാൻ കഴിയും. ഇതാണ് അതിൻ്റെ പൂവ്. ഇങ്ങനെയാണ് അതിൻ്റെ പൂവ് ഉണ്ടാവുക. ഒരു യെല്ലോ ഷെയ്ഡായിരിക്കും ഒന്നുകൂടിയും റെഡിയായി വരുമ്പോൾ. ഏകദേശം മൂത്ത് വരുന്ന ടൈമിൽ ഇതൊരു പച്ചയും ഓറഞ്ചും ഷെയ്ഡായിരിക്കും. പിന്നീട് ഇതുപോലെ ഒരു റെഡും ഓറഞ്ചും ആയിട്ട് മാറും. ഈ ഫ്രൂട്ടിന് ഏകദേശം 2 മുതൽ 4 സെൻറ്റിമീറ്റർ വരെ നീളം ഉണ്ടായിരിക്കും. നല്ലോണം പഴുത്ത് കഴിഞ്ഞ് അതുപോലെ ഈ റെഡ് കളർ ഉണ്ടാവുക. അതൊരു പക്ഷി കടിച്ചു പോയതാണ്. നമുക്ക് ഇതിൻ്റെ ടേസ്റ്റ് ഏകദേശം ഒരു പീനട്ട് ബട്ടറിൻ്റെ പോലെ തന്നെ ഉണ്ടായിരിക്കും. പഴുത്ത് വന്നു കഴിഞ്ഞാൽ ഒരു റെഡ് കളറായിരിക്കും ഇതിൻ്റെ ഉൾഭാഗം. ഇതുപോലെ ചെറിയൊരു കുരു ഉണ്ടാവുക. ഇതിൻ്റെ അകത്തായിട്ട് 2 ഭാഗമായിട്ടാണ് കുരുകൾ നിൽക്കുന്നുണ്ടാവുക. കുരുവിൻ്റെ പുറത്തായിട്ടൊരു ചെറിയ ഒരു ലെയർ തോടുണ്ടായിരിക്കും ഇതുപോലെ. അത് പൊളിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ കുരുവും തിന്നാൻ കഴിയും കേട്ടോ. സെൻട്രൽ സൗത്ത് ആഫ്രിക്ക ഭാഗത്തു നിന്നാണ് ഈ പീനട്ട് ബട്ടർ വരുന്നത്. അധികം വിറ്റാമിൻ സി, ഫൈബർ, പ്രോട്ടീൻ എന്നുള്ള പല ഘടകങ്ങളും ഇതിലടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലത്തെ പുതിയ കാര്യങ്ങൾ പരിചയപ്പെടാൻ ഞങ്ങളുടെ വീഡിയോ യൂസ്ഫുൾ ആയി തോന്നുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, പറ്റുന്ന അത്ര ആൾക്കാർക്ക് ഷെയർ ചെയ്യുക.